എനിക്ക് ആദ്യം വന്ന കുറേ ഹീലിങ്ങുകൾ ഇതുപോലെ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിങ്ങുകളാണ്. അത് ശരിക്കും എന്നോട് നിർത്തിയിട്ട് പോവാനാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുവാണ്, ആരെങ്കിലും മരിച്ചു പോയിട്ട് അവരുടെ റൂമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? സോള് ശരീരത്തോട് ജീവിച്ചിരുന്നപ്പോൾ അതിനെ ദ്രോഹിച്ചിരുന്നു. മരണപ്പെട്ട വ്യക്തികളുടെ വസ്ത്രങ്ങളോ സ്വർണമോ റൂമോ ഒക്കെ ഉപയോഗിച്ച പ്രശ്നമാണ്. കൈവശം പോലെയുള്ള കേട്ടിട്ടുണ്ടോ? ഇത് വരാറുണ്ട്. ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് കൈവിഷങ്ങൾ. അതെ അതെ. ഇതിൽ ഒരു തവണ ഞാനത് സർജറി ചെയ്തിട്ട് മാറ്റണ്ടായിട്ടുണ്ട്. റേക്കിലുള്ള സർജറി ചെയ്താൽ ക്യാൻസർ എന്നുള്ള സംഭവം മാറുമോ? വയറിനാണ് പ്രശ്നം എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ എന്തോ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവസാന റിസൾട്ട് വന്നപ്പോൾ പിത്താശയക്കല്ലായിരുന്നു. എന്നെ സ്കാൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഓറയിൽ അത്യാവശ്യം നല്ല അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രേതബാധയൊന്നും അല്ലല്ലോ. പറ്റും. ഈ നമ്മൾ ചില എക്സോസിസമൊക്കെ കണ്ടിട്ടില്ലേ ചില സിനിമകളിൽ, ഇപ്പോഴും അല്ലാതെ വിദേശത്തൊക്കെ നടക്കുന്നുണ്ടത്. ഈ കുരിശൊക്കെ കാണിച്ചിട്ട് നമ്മൾ അതൊരു ഹീലിംഗ് പോലെയാണത്. അപ്പോൾ ഈ ഹോളി വാട്ടറൊക്കെ തളിച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ എനർജി ഉണ്ടെങ്കിൽ മാറിപ്പോകുന്നൊക്കെ പറയും. ബൈബിളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇത് പോകുന്നതും ചിലത് പോവാതെ ആ കർമ്മം ചെയ്യാൻ വന്ന ആളിനെ തിരിച്ചടിക്കുന്നതൊക്കെ കാണാം. അതുപോലെ തിരിച്ചടി വല്ലതും കിട്ടിയിട്ടുണ്ടോ? തിരിച്ചടി കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് സോളിൻ്റെ ഒരു ഹീലിംഗ് ചെയ്യുന്നത് ഇത് സോളിൻ്റെ ഹീലിംഗ് ആണെന്ന് അറിഞ്ഞില്ല. ഇല്ല, എനിക്ക് ചെറുപ്പം മുതൽ ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് പ്രേതം. ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാൻ ഹീലിങ്ങിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം വന്ന കുറേ ഹീലിങ്ങുകൾ ഇതുപോലെ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിങ്ങുകളാണ് കൂടുതൽ വന്നത്. അതിൽ ആദ്യമായിട്ട് ഞാനൊരു ഹീലിംഗ് ചെയ്തപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നത് ബോഡി പെയിൻ ആയിട്ടാണ്. ബോഡി പെയിനുകൾ മാത്രമല്ല, ആ കുട്ടിക്ക് സംഭവിക്കുന്നതൊക്കെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ. ഒരു ഹോസ്റ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മോശം ബെഡ് ആ കുട്ടിക്ക് കിട്ടുന്നു, അതുപോലെ മോശം ബാത്റൂം ആ കുട്ടിക്ക് കിട്ടുന്നു, ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ മൊത്തം ഇങ്ങനെ അനുഭവങ്ങൾ. അതുപോലെ ബോഡി പെയിൻ ആയിട്ട് കിടപ്പിലായതിനു ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പം ഞാൻ ബോഡി പെയിൻ അല്ലേ, നമ്മൾ ഹീലിംഗ് കൊടുത്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതല്ലാത്തൊരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തത്. അത് ശരിക്കും എന്നോട് നിർത്തിയിട്ട് പോവാനാണ് പറഞ്ഞത്. ആ ഒരു എനർജി, അത് ശബ്ദമല്ല, നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ഒരു ഹീലർക്ക് അത് മനസ്സിലാവും. എന്നോടത് നിർത്തിയിട്ട് പോവാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അതുവരെ പ്രേതങ്ങളെ പേടിയുള്ള ഞാൻ അവിടെ എന്ത് ശക്തിയാണ് എന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സംഭവമാണത്. അവിടെയാണ് എത്ര ദിവസം ഇങ്ങനെ നിന്നു ഈ ഒരു ഫീലിംഗ് അറിഞ്ഞത്. ഞാൻ അപ്പോൾ ആണ് ഒരു 3-ാമത്തെ ദിവസത്തെ ഹീലിംഗിലാണ് ഞാനത് പെട്ടെന്ന് അറിഞ്ഞത്. ഇങ്ങനെ ഒരു അൺവാണ്ടഡ് ആയിട്ടൊരു എനർജി ഉണ്ടെന്ന്, വേറൊരു എനർജി എന്നോട് സംസാരിക്കുന്നത് പോലെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെയും ഞങ്ങൾ ഹീലിംഗ് തുടർന്നു. അതിനുശേഷം ആ കുട്ടിയുടെ അമ്മാമ്മ, ഞാൻ ചോദിക്കുവാണ്, ആരെങ്കിലും മരിച്ചു പോയിട്ട് അവരുടെ റൂമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ കൃത്യമായിട്ട് ആ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, റൂം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മാമ്മയുടെ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചോദിച്ചു. എന്നിലൂടെ പ്രപഞ്ചം പ്രവർത്തിച്ചതാണ്, അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കണ്ടെത്തി ഇന്ന സോളാണെന്ന്. അതായത് ഈ മരണപ്പെട്ട വ്യക്തികളുടെ വസ്ത്രങ്ങളോ സ്വർണമോ റൂമോ ഒക്കെ ഉപയോഗിച്ച പ്രശ്നമാണോ? എല്ലാ കേസിലും അങ്ങനെ ഉണ്ടായിരിക്കില്ല. ചിലപ്പോ ഇവിടെ അങ്ങനെ വന്നു. അപ്പം ഞാൻ ഈ രൂപം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണോ അമ്മമ്മയുടെ കണ്ണ് ഇങ്ങനെയാണോ, മുടി ഇങ്ങനെയാണോ ചോദിച്ചപ്പോൾ ആള് കറക്റ്റാണ്. പിന്നെ ഞങ്ങളൊരു 21 days നമ്മൾ കൃത്യമായിട്ട് ഹീലിംഗ് ചെയ്തു. ഇവിടെ ഹീലിംഗ് കൊടുക്കുക എന്നതിനപ്പുറം ഹീലിംഗ് സ്വീകരിക്കുന്ന ആളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സഹകരണത്തോടു കൂടി ആണ് നമ്മൾ ആ ഹീലിംഗ് വിജയിക്കുക. 21 ദിവസത്തിന് ശേഷം പിന്നെയും കുറച്ച് ദിവസം കൂടെ ഹീലിംഗ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് സുഖപ്പെട്ടു. പിന്നെ അമ്മ വരാറില്ല. അപ്പൊ അന്നത്തോടെ പ്രേതത്തിന്റെ പേടി അങ്ങ് മാറിയില്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഹീലിംഗ്
കൂടുതലും ഈ സോളുകളായിട്ടാണ്. അപ്പോൾ സോളിനെ പേടിച്ച ആളിപ്പോ സോളുകളിലെ. അതെ, അത് നമ്മൾ എന്തിനെ ഭയപ്പെട്ട് നിൽക്കുന്നോ അതിലൂടെ പ്രപഞ്ചം നമ്മളെ കടത്തിവിടും എന്നൊരു പാഠം കൂടെ ഞാൻ പഠിച്ചു. ഇത്തരം എനർജികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അത് നമുക്ക് പ്രശ്നങ്ങൾ, നമുക്ക് എന്തെങ്കിലും ചെന്ന് ചാടി പോവുക എന്നുള്ള പരിപാടിയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, പ്രശ്നങ്ങളല്ല. ഈ ഹീലിങ്ങിൽ എനിക്ക് അനുഭവപ്പെട്ടത് രാവിലെ എനിക്ക് മൊത്തം ഒരു ആ ഹീലിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്തു. അതല്ലാതെ അതായത് നമ്മൾ ഒരു സോളിനെ ഒഴിപ്പിക്കാൻ പോവുകയാണ്, അതങ്ങനെ തന്നെ പറയാം. നമ്മൾ നാടൻ വാക്കിൽ പറഞ്ഞ് പ്രയത്നം ഒഴിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തൂല്ലേ? അതെ അതെ, ആ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ട് അത് അതിനറിയാൻ പറ്റുമോ? നമ്മളിങ്ങനെ ഒരാൾ ഇവിടെ എന്നെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അറിയാൻ പറ്റുമോ? അറിയുന്നുണ്ടായിരിക്കും. പറ്റൂല്ലേ? പിന്നീട് ആ ലാസ്റ്റ് വന്നപ്പോൾ സൗമ്യമായിട്ട് സംസാരിച്ച് ഈ ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ഹീലാക്കാൻ വേണ്ടിയിട്ട് ആ സോൾ തന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത് എന്തായിരുന്നു അതിൻ്റെ ആഗ്രഹം? എന്തായിരുന്നു ആ സോളിൻ്റെ ആഗ്രഹം? എന്തെങ്കിലും പറഞ്ഞോ? ആഗ്രഹം ഈ കുഞ്ഞ് ഉണ്ടായത്, അതായത് ഒരു പെൺകുഞ്ഞായത് ഈ അമ്മാമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറഞ്ഞു. പിന്നെ കൂടുതൽ നമ്മൾ അതിന് പോയിട്ടില്ല, അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പക്ഷെ അത് ഇപ്പം സാധാരണ ഈ ഇത്തരം എനർജികളെ നമ്മൾ തിരിച്ച് പറഞ്ഞു അതിന് ആഗ്രഹം പൂർത്തീകരിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ആ സോളിനുണ്ടായിരുന്നോ? ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഇമോഷൻ അതിനവിടെ കെട്ടിയിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് ചോദിക്കാനോ നമ്മൾ നിന്നിട്ടില്ല. അതിനോട് പരമാവധി ഹോപ്പനോപ്പനോ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്, അതിനോട് സോറി പറഞ്ഞ് അതിനെ നല്ല രീതിയിൽ പറഞ്ഞയക്കുക എന്നുള്ളത് മാത്രം. പോയി അപ്പം അതിന്റെ ആഗ്രഹമൊന്നും പറഞ്ഞില്ല. ഉപദ്രവിക്കുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതിന് വേറെ കുറച്ച് റീസൺസ്. അത് ഈ കുഞ്ഞ് പെൺകുഞ്ഞായി ജനിച്ചത് ആ അമ്മാമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിച്ച് അങ്ങനെ ആയിരുന്നു. അതായത് ഈ സോള് ശരീരത്തോട് ജീവിച്ചിരുന്നപ്പോൾ അതിനെ ദ്രോഹിച്ചിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ നന്നായിട്ട് ദ്രോഹിച്ച ആളായിരുന്നു. മരിച്ചു പോയപ്പോൾ കാരണം ഈ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട് ഈ അമ്മാമ്മ എന്നെ ദ്രോഹിക്കുന്നുണ്ട്, ഞാൻ പെൺകുഞ്ഞായതുകൊണ്ട് എന്നെ ദ്രോഹിക്കുന്നു, എന്നെ ഇഷ്ടമില്ല, മരിച്ചു പോയാൽ ഈ അമ്മാമ്മ എന്നെ ഉപദ്രവിക്കാൻ വരുമോ എന്നൊരു ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം ആ ഒരു സോളിനെ അട്രാക്ട് ചെയ്തത്. അതുമായിരിക്കാം. പിന്നെ അവസാനം ഹീൽ ചെയ്യാൻ അത് തന്നെ സഹായിച്ചില്ലേ? അതെ അതെ. അപ്പോൾ ഈ കമ്മലൊക്കെ പിന്നെ എന്ത് ചെയ്ത്? ഈ സ്വർണ്ണമൊക്കെ ഊരി മാറ്റിയോ? അത് പിന്നെ ഊരി മാറ്റി. അപ്പം നമ്മൾ ആരും ഇങ്ങനെയുള്ള റൂമുകളിൽ തങ്ങരുതെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അല്ലല്ലേ? എല്ലാവർക്കും ഇല്ല. ഇപ്പം ഒരുപാട് ഫ്ലാറ്റുകളിലൊക്കെ ഇതേപോലെ വിഷയങ്ങളുള്ള വീടുകളുണ്ട്. അവിടെ ഈ എനർജി കയറിയിട്ട് അവരുടെ സാമ്പത്തികം, പിന്നെ മാനസികമായിട്ട് ആദ്യം സാമ്പത്തികം തകർക്കുമ്പോൾ പിന്നെ എല്ലാം അങ്ങ് തകരുമല്ലോ. അപ്പോൾ ഇത്തരം തകർച്ച ഏർപ്പെടുന്നവർക്ക് എന്ത് ഇതാണ് രേഖയിലുള്ളത്? ഹീലിംഗ് തന്നെയാണ് കൊടുക്കാറ്. പിന്നെ ഇതുപോലെ സോളിൻ്റെയോ മറ്റെന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഹീലിങ്ങിൽ പരമാവധി അത് റിമൂവ് ആവാറുണ്ട്. പിന്നെ ചിലത് നമ്മുടെ കർമ്മയായിരിക്കും, കർമ്മയായിട്ട് ബന്ധമുണ്ടല്ലേ? അത് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് നമ്മൾ അതിൽ ചെയ്യാറില്ല. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ കൂടുതൽ ഈ പറഞ്ഞ പോലത്തെ ആത്മഹത്യ, അല്ലെങ്കിൽ എല്ലാം തകർന്നപ്പോഴാണ്. ബന്ധങ്ങൾ പോലും പോകും. അയാളിൽ ഒന്നും ഇല്ലാന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും കൂട്ടുകാർ വരും ചില സമയത്ത് നിൽക്കാറില്ല. ഇപ്പോൾ ഇതുപോലുള്ള എനർജീസ് എല്ലാം കളിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു, നമ്മൾ നല്ല അവസ്ഥയാവാം, ഏതോ അവസ്ഥയാവാം, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണ്. അത് ഞാൻ എല്ലാവരോടും പറയാം, ആദ്യം നമ്മളത് അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്താണ്, ഇത് ഞാൻ സ്വയം സൃഷ്ടിച്ചതാണെന്ന് നമ്മൾ അംഗീകരിക്കുക. ശേഷം നമ്മൾ ഹീലിംഗ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എനർജീസൊക്കെ മനസ്സിൽ കയറിയിട്ട് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്തത് ചിന്തിപ്പിക്കും. ചിലർ പറയാറുണ്ട് ഓവർ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ എത്ര ചിന്തിച്ചാലും പോസിറ്റീവായിട്ട് ചിന്തകൾ വരുന്നില്ല. ചിലതിൽ അതിൽ ഇങ്ങനത്തെ എനർജിയുടെ പ്രസൻസ് ആയിരിക്കാം. ചിലതിൽ കൈവശം പോലെയുള്ള കേട്ടിട്ടുണ്ടോ? ഇത് വരാറുണ്ട്. ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് കൈവശങ്ങൾ. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിൽ ഒരു തവണ ഞാനത് സർജറി ചെയ്തിട്ട് മാറ്റമുണ്ടായിട്ടുണ്ട്. നമ്മൾ എനർജി വെച്ചിട്ട് സർജറി ചെയ്യും. അങ്ങനെ ഞാൻ ഹീലിങ്ങിൻ്റെ ഇടയിലാണ് ഇത് സംഭവം കണ്ടത്. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഇനി ഭക്ഷണം ഇന്ന ഒരാളടുത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ ഹീലിംഗ് ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മുടെ വയറ്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ നെഗറ്റീവായിട്ട് പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ ചിന്തിച്ച് കളയും. ഈ ചിന്തിക്കുന്നത് മൊത്തം നമ്മുടെ ഓറയിൽ അൺവാണ്ടഡ് ആയിട്ട് എനർജീസ് എല്ലാം വരും. ആദ്യം നമ്മൾ ആ ഓറയെ ക്ലെൻസ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്തതിന് ശേഷം
ഞാനത് സർജറി ചെയ്ത് മാറ്റി. സർജറി അത് ഭയങ്കര ഒരു ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു സർജറിയെ കുറിച്ചിട്ട്. അതെ, അത് റേക്കിയിൽ തേർഡ് ലെവൽ മുതൽ പഠിക്കാം. ഇത് സാധാരണ നമ്മൾ MBBS മറ്റേ MD അതൊക്കെ എടുത്താലേ ഒക്കെ എടുത്താലേ ഈ പറഞ്ഞ സർജറിക്കൊക്കെ സാധ്യതയുള്ളൂ. അപ്പം ഇതൊന്നും എടുക്കാതെ റേക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർജറിക്ക് സാധ്യതയുണ്ട്. അത് എങ്ങനെ, അത് ഏത് ശരീരത്തിലാണ് നിങ്ങൾ സർജറി ചെയ്യുന്നത്? ഏത് ശരീരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം പറയല്ലോ സൂക്ഷ്മ ശരീരത്തിലാണോ, എൻ്റെ ഈ പച്ച മാംസത്തിലാണോ കീറുന്നതെന്ന് ചോദിച്ചു. എനർജി ബോഡിയിലാണ്. അത് എന്ത് അസുഖത്തിനും ഇതിന് കൃത്യമായിട്ട് നമുക്ക് റേക്കിയുടെ ഗൈഡൻസ് കിട്ടും. ഏതിനാണ് നമ്മൾ സർജറി ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് റേക്കി അവിടെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മളവിടെ ചെയ്യും. ഞാൻ ഒരു ക്യാൻസർ ബാധിച്ച ഒരാളാണ് വരുന്നത്. അപ്പം എനിക്കിതുപോലൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ എനിക്കത് മാറ്റാനായിട്ട് എനിക്ക് ഇതുപോലുള്ള സർജറി, അതായത് റേക്കിലുള്ള സർജറി ചെയ്താൽ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം മാറുമോ? ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ടോ? ഞാൻ സർജറി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ക്യാൻസർ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടക്കി വെച്ചിട്ടുള്ള ദേഷ്യങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മൾക്ക് ക്യാൻസർ പോലുള്ള പ്രയാസങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അവരിലൊരു ഹീലിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത്രത്തോളം ആഴത്തിലേക്ക് ചെല്ലേണ്ടി വരും. ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ കൊണ്ടുവന്നതും ആയിരിക്കാം. അതെ, റേക്കി വെച്ചിട്ട് നമ്മൾ പാസ്റ്റിലേക്ക് ഹീലിംഗ് കൊടുക്കും. എങ്കിലും ഇത്തരം അസുഖങ്ങളെന്ന് പറയുമ്പോൾ അത്രത്തോളം ആഴത്തിലായിരിക്കും. അവിടെ കൃത്യമായിട്ട് റേക്കി നമുക്ക് ഗൈഡൻസ് തരും. ഇവിടെ സർജറി ആവശ്യമാണ്, ഇത് ചെയ്യാമെങ്കിൽ നമ്മൾ ചെയ്യും. അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. ഉറപ്പാണ്. അതെ, ഉറപ്പാണ്. ക്യാൻസറിന് പോലും ഇതുണ്ട്, ബ്ലോക്കുകൾ മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഏതൊക്കെ സർജറി ചെയ്തിട്ടുണ്ട്? സർജറി പിന്നെ എൻ്റെ തന്നെ അനിയത്തി സിസ്റ്ററിന്, അവൾക്ക് നെഞ്ചുവേദന വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലായി. ഞാൻ പെട്ടെന്ന് ഹീലിംഗ് ചെയ്ത് നോക്കിയപ്പോൾ നെഞ്ചിനല്ല പ്രശ്നം, വയറിനാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരോട് പറയാൻ പറ്റില്ലല്ലോ, ഡോക്ടേഴ്സിനോട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നോക്കിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു സ്റ്റോൺ ഉണ്ടെന്ന്. പക്ഷെ നെഞ്ചുവേദന നെഞ്ചത്തായിരിക്കില്ല കൈവയ്ക്കുന്നത്, നെഞ്ചത്താണ്. അപ്പോൾ ഹാർട്ടിന് ലങ്സിന് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നുണ്ട്, വയറിനാണ് പ്രശ്നം എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ എന്തോ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എന്തോ ഒരു പോയിസൺ പെട്ടിട്ടുണ്ടെന്ന്, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു. അവസാന റിസൾട്ട് വന്നപ്പോൾ പിത്താശയക്കല്ലായിരുന്നു. അതെ, അതായിരുന്നു. പിന്നെ മഞ്ഞപ്പിത്തവും കൂടെ, രണ്ടും കൂടെ. പക്ഷെ നെഞ്ചുവേദനയാണ് വന്നതെന്ന് മാത്രം. അതിൽ ഞാൻ സർജറി ചെയ്തു. അപ്പൊ എങ്ങനെ ചെയ്തത്? ഇതിപ്പം ഹോസ്പിറ്റലിൽ പോയി അവര് ചികിത്സിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ മുന്നേ വന്നിരിക്കണ്ടേ അവര്? വേണ്ട. റേക്കിയിൽ നമുക്ക് ഒരാൾ നേരിട്ട് വേണമെന്ന് നിർബന്ധം. അവര് പോലും അറിയില്ല. അവര് അറിയണമെന്ന് നിർബന്ധമില്ല, അറിയാതെയും ചെയ്യാം. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അവര് പറഞ്ഞു ഇങ്ങനെ സർജറി ചെയ്യാൻ പോകും. അവരോട് അവിടെ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറഞ്ഞു. അവിടെ ഹോസ്പിറ്റലിൽ അവള് കിടന്നു. ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് സർജറി ചെയ്തു. എന്താ പറയാൻ പറ്റുമെങ്കിൽ ഈ സർജറി എന്നുണ്ട് നമ്മൾ സാധാരണ കത്തിരി വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കീറുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയുന്നു, തിരിച്ച് തുന്നിക്കെട്ടി വെക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാനും എൻ്റെ അറിവ്. ഇതിലെങ്ങനെയാണ് സർജറി? ഇതേ പ്രോസസ് തന്നെയാണ്. അത് നമ്മുടെ മാത്രം ഒരു തേർഡ് ലെവൽ കഴിഞ്ഞവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വിനോദ് ചോദിക്കും, അത് ശരി ക്ലാസ്സിന് പറയേണ്ടല്ല, വീഡിയോയിലൂടെ പറഞ്ഞ് നാട്ടുകാരെ മാത്രം അവരെ പഠിപ്പിച്ചു എന്ന് പറയും. അത് പേടിച്ചിട്ടാണോ? അല്ല. അപ്പോൾ അത് ശരിക്കും അങ്ങനെ സർജറി ചെയ്യാൻ പറ്റും, പറയാൻ പറ്റില്ല ഇവിടെ, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഇതൊരു എനിക്കൊരു പുതിയ അനുഭവമാണ്. ഇങ്ങനെ ഒരു സർജറി ചെയ്ത് നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമെന്നുള്ളത്. അതിന് ഈ ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ടോ? അതായത് ഇപ്പം നമ്മൾ ഈ MBBS പോലെയുള്ള പഠന വിഷയമാണോ ഇത്? ഇപ്പോൾ റേക്കിയിൽ ഒരാൾ നമ്മുടെ അടുത്ത് ഹീലിങ്ങിന് വരുന്ന സമയത്ത് അവരുടെ അസുഖം എന്താണെന്ന് നമ്മൾ പോലും അറിയേണ്ട ആവശ്യമില്ല. റേക്കിക്ക് അറിയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല ഒന്നും, റേക്കിയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിവൈസായിട്ട്, ഒരു ഉപകരണമായിട്ട് നിന്ന് കൊടുക്കുകയാണ്. എങ്കിലും നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചറിയും. അവർക്ക് എന്താണ് പ്രശ്നമെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീലിംഗ് കുറച്ചും കൂടെ എളുപ്പമാണ്. അറിഞ്ഞില്ലെങ്കിലും അവിടെ ഹീലിംഗ് കൃത്യമായിട്ട് നടക്കും. ശരി. അപ്പോൾ അത് നമുക്ക് ഒരാളെ സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്യാൻ പറ്റും. എന്നെ സ്കാൻ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ വെറുതെ? സ്വസ്ഥമായിട്ടിരുന്നോളൂ. എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയണേ. ദൈവമേ, ഹാർട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കണേ. മൊബൈൽ മാറ്റണോ? മൊബൈൽ മാറ്റി. ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? സ്വസ്ഥമായിട്ട്
ഇരുന്നാൽ മാത്രം മതി. കൈകൾ ഇങ്ങനെ വെക്കണ്ട, തുറന്ന് വെക്കട്ടെ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പേരെന്തായിരുന്നു? എൻ്റെ യഥാർത്ഥ പേര് രാജേഷ് ജീനാഥ് എന്നാണ്. ഞാനിപ്പോൾ അറിയപ്പെടുന്നത് രാജ് കിരൺ എന്നാണ്. ക്രോണോളജി പ്രകാരം ഞാനത് മാറ്റിയതാണ്. ഓക്കെ, കണ്ണ് തുറന്നോളൂ. ഇപ്പോൾ ഓറയിൽ അത്യാവശ്യം നല്ല അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് വന്നിട്ടുണ്ട്. അതായത് സോള് അങ്ങനെയല്ല, നെഗറ്റീവ്സ് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഒരു ഉപ്പുവെള്ളത്തിൽ കുളിച്ചോളൂ കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഓർമ്മയിലൊന്നും വന്നു, ചിലപ്പോൾ വന്ന് കാണാമോ. എങ്ങനെ ശരീരത്തിനാണോ, ഈ ഭാഗത്താണോ? അതെ. തലവേദന ഇടയ്ക്ക് വരാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വേദന വരാറില്ല എന്നാണ്. ഓറ ഒന്ന് ക്ലെൻസ് ചെയ്താൽ മതി തന്നെ. അതെ, അതെന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരാൻ കാരണം? അത് നമ്മൾ ദിവസം ഒത്തിരി പേരുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഫോണിൽ പോലും സംസാരിച്ച് അവിടെ ഒരു എനർജി കൈമാറ്റം നടക്കുന്നുണ്ട്. ഓ അത് ശരി, മൊബൈൽ വഴി നടക്കുന്നുണ്ട്. അതെ, അതെല്ലാം നമ്മുടെ ഓറയിലാണ് വന്ന് ചേരുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ഓറ ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കടലിൽ. അതെ, അല്ലെങ്കിൽ കടലിൽ കുളിക്കാം. പിന്നെ മയിൽപ്പീലി കൊണ്ട് നമ്മൾ വീശുന്നത് നല്ലതാണ്. ഈ മറ്റേ ഈ പറഞ്ഞ ഈ പ്രേതബാധയൊന്നും അല്ലല്ലോ? അല്ലല്ലോ. ഇതെന്തൊക്കെ ദൃഷ്ടിദോഷം എന്ന് പറയാൻ പറ്റും? അതെ, ദൃഷ്ടിദോഷമല്ല, കണ്ണേറുന്നു. ഇപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറയുവാണ്, എൻ്റെ കുറേ പ്രയാസങ്ങൾ പറയുവാണ്. ഈ സമയത്ത് സാർ അത് കേൾക്കുവാണ്. അത് ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അല്ലല്ലോ, അത് നെഗറ്റീവാണ്. അപ്പം നമ്മളത് നമ്മൾ മാനസിക തലത്തിൽ അത് വിഷമത്തിൽ ഞാൻ പങ്കുചേരും. ഇതെല്ലാം നമ്മുടെ ഓറയിലാണ് ആദ്യം വരുന്നത്. അവിടെ നിന്ന് അനുവാദം കൊടുത്തെങ്കിൽ നമ്മുടെ അത് മനസ്സിലേക്ക് വരുന്നത്. അവിടെ നിന്നും അനുവാദം കൊടുത്തെങ്കിലേ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുള്ളൂ. അപ്പം നമ്മുടെ ശരീരത്തിലൊരു അസുഖം വരണമെങ്കിൽ എന്തെങ്കിലും വിഷമം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും മിണ്ടാതിരിക്കണമല്ലേ? നമ്മൾ അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ കുളിക്കാം. അതായത് ഇങ്ങനെ കേട്ടു എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെ റേക്കിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാം. നമ്മൾ ഡെയിലി പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല.